കഴിയട്ടെ. നമ്മളൊരു ബൗളെടുത്ത് അതിലേക്ക് 2 അല്ലെങ്കിൽ 3 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഏറെ കുരുമുളക് പൊടി. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു നാരങ്ങയുടെ പകുതി ആ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സ് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. നല്ല രീതിയിൽ മിക്സാക്കി എടുത്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം മസാല എല്ലാ മീനിലും തേച്ച് കൊടുക്കണം. അതിൻ്റെ ഉള്ളിലും എല്ലാം മസാല തേച്ച് കൊടുക്കണം. അങ്ങനെ തന്നെ നമ്മൾ എല്ലാ മീനിലും മസാല നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മണിക്കൂർ വരെ മാഗ്നേറ്റ് ചെയ്യും. അത് മാറ്റി വെക്കാം. 1 മണിക്കൂറില്ല, ഒരു അരമണിക്കൂറെങ്കിലും ഇത് വെച്ചേക്കണം. മീൻ വറുക്കാൻ വേണ്ടി നമുക്ക് ചട്ടി അടുപ്പിൽ വെക്കാം. എന്നിട്ട് ഓരോരോ മീനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മീൻ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കറിവേപ്പില വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ കറിവേപ്പിലൊക്കെ വെച്ചിട്ട് ഓരോ മീനായിട്ട് നമുക്ക് അതിനകത്തോട്ടിട്ട് 2 സൈഡ് നല്ല മൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ ഒരു സൈഡ് വെന്തു. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് മൊരിയിക്കാൻ വേണ്ടി വെക്കാം. മീനെല്ലാം വറുത്ത് മാറ്റിയതിന് ശേഷം ആ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ആക്കണം, നമ്മൾ ചതച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവിടം വരെ വെയിറ്റ് ചെയ്യണം. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. പിന്നെ നമുക്ക് അതിനകത്തോട്ട് സബോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. സബോള ഒരു 3-4 സബോള വരെ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് കുറച്ച് നേരം മൂടി വെക്കാം. ഇതൊന്ന് വരണ്ട് വന്നതിന് ശേഷം അതിലോട്ടേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ തക്കാളി ഇട്ട് യോജിപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി നല്ല ഉടഞ്ഞു വരണം. ആ ഒരു പരുവം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കുറച്ച് നേരം നമുക്ക് മൂടി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂണ് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം.
ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ പുളിവെള്ളം പിഴിഞ്ഞ് ഒഴിക്കണം. വാളംപുളിയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അങ്ങനെ വാളംപുളി നമ്മുടെ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്ര ഒഴിച്ച് നന്നായിട്ട് ഇത് യോജിപ്പിച്ച് ഇതെല്ലാം ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറച്ചേ ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് കുറുകി സെറ്റായി വരട്ടെ. ഇതേപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മളൊരു വാട്ടിയ വാഴയില എടുക്കണം. അതിലോട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രേവി കുറച്ചിട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ഒരു കരിമീൻ വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലോട്ടും കുറച്ച് ഗ്രേവിയും കൂടി വെച്ച് നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടി വെക്കണം. ഇനി നമുക്കൊരു ചട്ടി എടുത്ത് അടുപ്പയിൽ വെച്ച് കുറച്ച് എണ്ണ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ പൊതിഞ്ഞ് വെച്ച വാഴയില ഓരോന്നോരോന്നായിട്ട് വെച്ച് നല്ല മൊരിച്ചെടുക്കണം വാഴയില. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അത് കഴിയുമ്പോൾ നമുക്കെടുക്കാം.
അങ്ങനെ നമ്മുടെ കരിമീനും കൊഞ്ചും കപ്പയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കരിമീൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. കരിമീൻ മാത്രമല്ല കൊഞ്ചും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം.